ഹായ് ഗൈസ്, പവിത്രം പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം പറഞ്ഞിട്ടും കേൾക്കാത്ത വേദയെ കാണാൻ മാഷ് തീരുമാനിക്കുന്നു. മാഷിന്റെ അടുത്തേക്ക് വേദ നടന്നടുത്തപ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. വേദയോട് മാപ്പ് പറയുന്നത് മാഷ് പറയുന്നത്, ഒരു വാശിക്ക് കിണറ്റിൽ ചാടിയാൽ രണ്ടു വാശിക്ക് കയറാൻ പറ്റില്ലെന്ന് പറയും. അത് നീ തിരുത്തി എന്ന് മാഷ് പറഞ്ഞപ്പോൾ എന്തർത്ഥത്തിലാണ് മാഷ് അത് പറഞ്ഞത് എന്നറിയാതെ വേദ മാഷിനെ തന്നെ നോക്കി നിൽക്കുന്നു. മാഷ് തുടർന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ബോധ്യം വരുന്ന ഒരു കാരണം പറയാൻ നിനക്ക് പറ്റണമായിരുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അയാളെ വിട്ട് പോരുമെന്നൊരു വാക്ക് എനിക്ക് വിക്രം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീയാണ്. നീ അവന് അത്രയും പ്രിയപ്പെട്ട ആളായി മാറിയത് കൊണ്ടല്ലേ. അതുകൊണ്ട് എപ്പോഴെങ്കിലും കാണണമെന്നോ മിണ്ടണമെന്നോ തോന്നിയാൽ വരണം, വിളിക്കണം എന്ന്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും മാഷിന്റെ തൊണ്ടയിടറി കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അത് കാണാനുള്ള കരുത്ത് നമ്മുടെ വേദയ്ക്കും ഉണ്ടായിരുന്നില്ല. വേദയും കരയുന്നുണ്ടായിരുന്നു. അതും പറഞ്ഞ് മാഷ് മുന്നോട്ട് നടന്നു നീങ്ങിയതും കണ്ണുകൾ തുടച്ചു വേദ അച്ഛാ എന്ന് വിളിച്ച് പുറകെ ചെല്ലുന്നു. പിന്നീട് അവർ അവിടെ നിന്നും യാത്ര പറയുമ്പോൾ മാഷ് പറയുന്നത്, ഏതായാലും വേദ വിക്രമിനെ വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ വീട് ഞങ്ങൾക്ക് അന്യമാണ്. അത് അങ്ങനെ തന്നെയാണ് എന്ന് സാറിനും അറിയാമല്ലോ അല്ലേ എന്ന് ജഡ്ജി സാറിനോട് പറയുന്നു. ജഡ്ജി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട മാഷേ എന്ന്. അത് അങ്ങനെ തന്നെയാണ് എന്ന് സാറിന് അറിയാം എന്ന് മാഷും പറയുന്നു. അതിനുശേഷം അവർ വണ്ടിയിൽ കയറുന്നത് വേദ ജനലിലൂടെ കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു പോലീസ് ജീപ്പ് വിക്രമിന്റെ വീട്ടിലേക്ക് വന്ന് വിക്രമിനെ അന്വേഷിക്കുന്നു. അന്നേരം വിക്രമും മാഷും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. മിക്കവാറും ശ്രീകാന്തിന്റെ കള്ളക്കേസ് പ്രകാരം വന്നതായിരിക്കണം അവർ. പോലീസ് വന്ന വെപ്രാളത്തിലും വിക്രമും മാഷും പോയിട്ട് വിവരം അറിയാനുള്ള ആകാംക്ഷയും നിൽക്കുന്ന കമലയെയും മറ്റുള്ളവരെയുമാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയി കാണിച്ചത്. പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡിന്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.